ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, നമ്മൾ ഇന്നലെ ഈ അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാറുമായിട്ടുള്ള ബന്ധപ്പെട്ട വാർത്തകൾ എടുത്തല്ലോ. അതായത് മാർക്ക് റുബിയോ സ്റ്റേറ്റ് സെക്രട്ടറി പറയുന്നത് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങിക്കുന്നത് ആർക്കും തടയാനാകില്ല, അമേരിക്കയാണ് പറയുന്നത്. അതേ വേദിയിൽ വെച്ച് ജയശങ്കർ ഇയാളുടെ മുഖത്തൂക്കി പറയുന്നുണ്ട്, ഇന്ത്യ എന്ത് ചെയ്യണമെന്ന് ഇന്ത്യ തീരുമാനിച്ചോളാം, ഇന്ത്യയുടെ പരമാധികാരം ആരും ഏറ്റെടുക്കേണ്ടെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ വലിയ വാർത്തകളാണ്. നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് നരേന്ദ്രമോദി എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല, ഇന്ത്യ എന്തുകൊണ്ട് മറുപടി കൊടുക്കുന്നില്ല. ഇന്ത്യ അവരുടെ മടയിൽ പോയി മറുപടി കൊടുത്തിട്ട് പ്രതിപക്ഷ നേതാവ് മിണ്ടുന്നില്ല, കേരളത്തിലെ മാധ്യമങ്ങളും മിണ്ടുന്നില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ മിണ്ടാത്തത് ഇപ്പൊ ഇലക്ഷൻ വരികയാണല്ലോ, ഏപ്രിലോടുകൂടി. അതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അതായത് BJP എതിർക്കാനും പിടിക്കാനും ഒക്കെ എന്തെങ്കിലുമൊക്കെ വേണം. അപ്പൊ ഈ മോദിയുടെ ഈ വ്യാപാര കരാർ വെച്ച് നമുക്കൊന്ന് പിടിക്കാം, അതൊന്ന് ലൈം ലൈറ്റിൽ നിർത്താം, അത് വെച്ച് ജനങ്ങളെ നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാം എന്നുള്ള ഇതിലായിരിക്കും അവർ നിൽക്കുന്നത്. ഇന്നതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മറുപടിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആക്കാത്തതോ അല്ലെങ്കിൽ ബിഗ് ന്യൂസ് ആക്കാത്തതോ ചർച്ചയാക്കാത്തതോ എന്നുള്ളതാണ് എന്റെ ചോദ്യം എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് രസകരമായിട്ട് മറുപടി പറയുന്നതെന്ന് അറിയാം. അദ്ദേഹം പറയുന്ന കാര്യം, ലോകത്തിലെ 38 രാജ്യങ്ങളുമായി നമ്മുടെ സ്വന്തം നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ വ്യാപാര കരാറുകളിൽ ഒപ്പുവെച്ചു എന്നാണ് പറയുന്നത്. അതായത് ലോകത്തിലെ 38 രാജ്യങ്ങളിൽ നമ്മൾ പറയുന്ന രീതിക്കാണ് വ്യാപാര കരാർ ഇട്ടിരിക്കുന്നത്, അല്ലാതെ അവർ പറയുന്ന രീതിക്കല്ല നമ്മൾ വ്യാപാര കരാർ ഇട്ടിരിക്കുന്നില്ല എന്ന് പറയുന്നു. അതിനിടയിൽ ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഈ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് കാണണം കേട്ടോ. കേരള കൗമുദി ഒരു കാർഡ് അടിച്ചിറക്കിയിരിക്കുക. കാർഡ് കണ്ടിട്ട് എനിക്ക് ഈ കേരള കൗമുദി എന്നൊക്കെ പറഞ്ഞ ഒരു നിഷ്പക്ഷ മാധ്യമമായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. അപ്പോൾ അവർ കൊടുത്തിരിക്കുന്നത്, നരേന്ദ്രമോദിയുടെ 10 വർഷത്തെ വിദേശയാത്ര ചെലവിന്റെ കണക്ക് പുറത്ത്, വിദേശയാത്രയ്ക്കായി നരേന്ദ്രമോദി പൊടിച്ചത് 762 കോടി. ഇങ്ങനെയൊക്കെയാണ് അവർ വാർത്ത കൊടുത്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇലക്ഷൻ ആയതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. ഇനിയിപ്പോ നാട്ടുകാരിൽ രണ്ടുപേരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ തെറ്റിദ്ധരിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം. എന്തായാലും ഈ യൂറോപ്യൻ യൂണിയനും US-ഉമായുള്ള വ്യാപാര കരാറുകളുടെയും വാർഷിക ബഡ്ജറ്റിന്റെയും പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ അസ്ഥിര ആഗോള നിക്ഷേപകരുടെ ഇന്ത്യയിലുള്ള ആത്മവിശ്വാസം വർദ്ധിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യക്ക് ഒരു അഭിമുഖം കൊടുത്തിരുന്നു. ആ അഭിമുഖത്തിൽ എല്ലാത്തിനും എണ്ണി 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 ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നുണ്ട്, തുണിത്തരങ്ങൾ, തുകൽ, രാസവസ്തുക്കൾ, കരകൗശല വസ്തുക്കൾ, ആഭരണങ്ങൾ, മറ്റു മേഖലകൾ എന്നിവിടെ ചെറുകിട വ്യവസായങ്ങൾക്ക് വിപണി പ്രവേശനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളുമായിട്ടുള്ള ഈ 38 രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. സർക്കാരിന്റെ ബഡ്ജറ്റിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ബഡ്ജറ്റ് എന്ന് പറയുന്നത് വെറും ഒരു സാധാരണ അക്കൗണ്ടിങ് രേഖയല്ല. കറക്റ്റാണ് അദ്ദേഹം പറയുന്നത്. ബഡ്ജറ്റ് നിങ്ങൾ പറയുന്നത് പോലെ സാധാരണക്കാർക്കോ അല്ലെങ്കിൽ പാവപ്പെട്ടവനോ പണക്കാരനോ പൈസ വാരിക്കോരി കൊടുക്കുന്ന വെറും ഒരു ബഡ്ജറ്റ് അല്ല. ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ദീർഘകാല വികസനത്തിനുള്ള ഒരു രൂപരേഖയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സമീപ വർഷങ്ങളിൽ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതിയുടെ എല്ലാ പഴയകാല റെക്കോർഡും തകർത്തു എന്ന് പ്രധാനമന്ത്രി പറയുന്നുണ്ട്. 2026-27 സാമ്പത്തിക വർഷത്തിലെ മൂലധന ചെലവ് 12.2 ലക്ഷം കോടി രൂപയാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് അത് അദ്ദേഹം കമ്പയർ ചെയ്യുന്നുണ്ട്. 2013 അപേക്ഷിച്ച് ഏകദേശം 5 ഇരട്ടിയാണ് ഇത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിനോട് ഒരു ചോദ്യം ചോദിച്ചു, അതായത് ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഉണ്ടാകുമോ? അദ്ദേഹം അപ്പോ ഒരു ചിരി ചിരിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ വർഷം പാകിസ്ഥാന്റെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ പ്രതിരോധ ബഡ്ജറ്റ് 7.85 ലക്ഷം കോടിയാക്കി വർദ്ധിപ്പിച്ചു. 15% വർധനവാണ് അതിലുണ്ടായിരിക്കുന്നത്. സിന്ദൂറിന്റെ വിജയത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. പോരാത്തതിന് ഈ പ്രതിരോധ ബഡ്ജറ്റ് വർദ്ധിപ്പിച്ച ഈ ഒരു കാര്യം അദ്ദേഹം പറയുന്നതിലൂടെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഉണ്ടാകും എന്ന് പല മാധ്യമങ്ങളും ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്. പക്ഷെ അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ നിങ്ങൾ എന്തുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, രാജ്യത്ത് ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടായിരുന്നാലും സേന എന്ത് ആക്രമണം ഉണ്ടായാലും അതിനെല്ലാം നേരിടാൻ ഈ നിമിഷമാണെങ്കിൽ ഈ നിമിഷം നേരിടാൻ സജ്ജമാണ് എന്നും പ്രധാനമന്ത്രി പറയുന്നുണ്ട്. ഇത് വലിയ വാർത്തയാണ്. എന്താണ് തോന്നുന്നത്? പ്രധാനമന്ത്രിയുടെ വാക്കുകളിലൂടെ കടന്നു പോകുമ്പോൾ ഇതെങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം? ശരിക്കും പറഞ്ഞാല് ഈ സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു എങ്കിൽ നമ്മളുടെ നാട്ടിൽ, കുറഞ്ഞ പക്ഷേ കേരളത്തിൽ ഒരുപാട് വാർത്തകൾ, ജനം അറിയേണ്ട ഒരുപാട് വാർത്തകൾ തിരസ്കരിക്കപ്പെടുമായിരുന്നു, ജനങ്ങളുടെ മുമ്പിൽ എത്തുമായിരുന്നില്ല. സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട്, നമ്മളടക്കമുള്ള ഒരുപാട് മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ കുറച്ചെങ്കിലുമൊക്കെ നമുക്ക് ജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ പറ്റുന്നത്. ഒരു വലിയ കാര്യമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവർ സാധാരണ ചോദിച്ചുകൊണ്ടിരുന്ന ഏതെങ്കിലും മാധ്യമത്തിൽ, നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങളോട് പ്രധാനമന്ത്രി സംസാരിച്ചോ വ്യാപാര കരാറിനെ കുറിച്ച്, ഇല്ലെങ്കിൽ സാമ്പത്തിക വ്യവസ്ഥയെ കുറിച്ച് സംസാരിച്ചോ, ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് സംസാരിച്ചോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇന്നലെ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യക്കാണ് അദ്ദേഹം ഒരു അഭിമുഖം കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം. ആ അഭിമുഖത്തിൽ അദ്ദേഹം എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി വ്യക്തമായും തന്നെ ഉത്തരം നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടോ നിർഭാഗ്യവശാൽ പതിവ് പോലെ ഇലക്ഷൻ കാലമായതുകൊണ്ടാണോ എന്നറിയില്ല, നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ പലരും ഈ വാർത്ത അതിന്റെ ചെറിയ അറ്റവും മൂലയൊക്കെ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്.
ഇതിൽ പ്രതിരോധ ബഡ്ജറ്റ് കൂട്ടി എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. അത് ഏത് കോൺടെസ്റ്റിലാണ് ആ ചോദ്യം മാധ്യമപ്രവർത്തകൻ ചോദിച്ചതെന്നോ എന്തർത്ഥത്തിലാണ് പുള്ളി മറുപടി പറഞ്ഞതെന്നോ ആരും കൊടുത്തിട്ടില്ല. അതാണ് അതിന്റെ മറ്റൊരു കാര്യം. പിന്നെ ഈ 38 രാജ്യങ്ങളുടെ കഥ എങ്ങും പറഞ്ഞിട്ടില്ല. ഇതൊക്കെയാണ് അത് കൊടുക്കുന്നത്. സാരമില്ല, പൊക്കോട്ടെ. കാരണം അവരങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണല്ലോ നമുക്ക് അങ്ങനെ ഒരു വാർത്ത എടുക്കേണ്ടി വരുന്നത്, നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നത്. ഏതായാലും ഈ ഒരു കാര്യം അതിൽ അദ്ദേഹം പറയുന്ന കാര്യം 38 രാജ്യങ്ങളുമായിട്ട്, ഇനി 38 രാജ്യങ്ങളല്ല, ഈ മാർച്ച് അവസാനത്തോടു കൂടി ഇസ്രായേലിന്റെ ഒരു സംഘം ഇവിടെ എത്തുന്നുണ്ട്, ബ്രസീലിന്റെ ഒരു സംഘം ഇവിടെ എത്തുന്നുണ്ട്, ബ്രസീൽ ഇതുമായിട്ട്. അതിനിടയിൽ ഇന്നലെ മ്യൂണിക്കിലെ ഈ ജർമ്മൻ ചാൻസലർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഈ ചൈനയിൽ നിങ്ങൾ പോകുന്നുണ്ടല്ലോ, ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ ചൈനയിലേക്ക് പോകുന്നു, അപ്പൊ ചൈനയെ പോയിട്ട് എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈനയും ഇന്ത്യയായിട്ടൊക്കെ എങ്ങനെയാന്ന് വെച്ചപ്പോൾ പറഞ്ഞത്, ചൈനയെ കാണുന്നത് പോലെ അല്ല ഞങ്ങൾ ഇന്ത്യയെ കാണുന്നത്, ഇന്ത്യ ഏറ്റവും വിശ്വസ്തരായ ഒരു പങ്കാളിയാണ് ഞങ്ങളുടേത്, ചൈന വേറൊരു രീതിയിലാണ് ഞങ്ങൾ കാണുന്നത്, ഞങ്ങളുടെ വ്യാപാരത്തിന്റെ വേറൊരു ഇത്. പക്ഷേ ഇത് വ്യാപാര പങ്കാളിയല്ല, ഞങ്ങൾ സംയുക്തമായി പലതും നിർമ്മിക്കുന്നതിന് പങ്കാളി കൂടിയാണ് ഇന്ത്യ. ഇന്ത്യയെ കാണുന്ന, അതായത് ഇന്ത്യയും ചൈനയും ഒരേ തുലാസിലല്ല തൂക്കുന്നതെന്നാണ് ജർമ്മൻ ചാൻസലർ പറഞ്ഞത്, ഭരണാധികാരി പറയുന്നത്. എന്താ ധനുഷ് പറയാൻ വന്നില്ല, എന്തായിരുന്നത്? ഇല്ല ഒന്നുമില്ല. അപ്പം ഈ ഒരു കാര്യത്തിലേക്ക് അവരെത്തുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഇത്രയും രാജ്യങ്ങൾ, ഇനി ഇത് കൂടാതെ വരുന്നത് UAE-യുമായിട്ട് നമുക്ക് ഓൾറെഡി കരാറുണ്ട്, ഒമാൻ കരാറിന് വരുന്നുണ്ട്, സൗദി എത്തുന്നുണ്ട്, ഇസ്രായേൽ എത്തുന്നുണ്ട്, ഒപ്പം തന്നെ ബ്രസീൽ എത്തുന്നുണ്ട്. നാളെ 17-ാം തീയതി നാളെ ചിലി വരുന്നുണ്ട്, നാളെ ഫ്രാൻസ് വരുന്നുണ്ട്. ഇത്രയുമാണ് നമുക്ക്. അതുപോലെ തന്നെ റഷ്യയുമായിട്ടൊരു വലിയ കരാറ് ഈ വർഷം അവസാനത്തോടെ ഉണ്ടാകും. അപ്പോൾ ടോട്ടൽ 7 രാജ്യം. ഇതിനിടയ്ക്ക് ചൈന കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് ഒരു കരാറ് സംഘടിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. നിലവിൽ 7 രാജ്യങ്ങൾ പ്രത്യക്ഷമായി വരുമെന്നുള്ള കാര്യം കൺഫേം ആണ്. ഇനി ബാക്കിയുള്ള രാജ്യങ്ങളുടെ കാര്യങ്ങൾ നമുക്ക് അറിയില്ല. അതായത് ഈ 7 രാജ്യങ്ങൾ ഈ വർഷം തന്നെ 2026 മാർച്ച് മുതൽ ഡിസംബർ വരെ വിവിധ കരാറുകൾ നമ്മൾ ഒപ്പിടുന്നുണ്ട്. വ്യാപാര കരാറാണ് നമ്മൾ കൂടുതലായിട്ട് കൊണ്ടുപോകുന്നത്. അത് ഇതിന് റഷ്യയുമായിട്ട് 2 കരാറാണ്, റഷ്യയും ഇന്ത്യയും തമ്മിലൊരു കരാറ്. അതുകൂടാതെ യൂറേഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ബെലാറസ് അടക്കം ഉള്ള റഷ്യയുടെ സമീപത്തുള്ള ഈ കസാക്കിസ്ഥാനും കിർഗിസ്ഥാനും അടക്കമുള്ള ആർമേനിയ അടക്കമുള്ള രാജ്യങ്ങളുടെ ഒരു യുറേഷ്യൻ, ആ ഒരു ഇതിലേക്ക് ഇന്ത്യയെ കൂടെ വെച്ചിട്ട് ഈ യൂറോപ്യൻ യൂണിയൻ പോലെ ശക്തമല്ല, അവർ യൂറോപ്യൻ യൂണിയൻ 27 കൺട്രീസ് ഉണ്ട്, ഇത് വെറും 5 കൺട്രികളേ ഉള്ളൂ, ചെറിയ രാജ്യങ്ങളൊക്കെയാണ്. അപ്പൊ ആ രാജ്യങ്ങളോട് ചേർന്നിട്ട് ഇന്ത്യയുമായിട്ടൊരു കരാർ ഒപ്പുവെക്കുന്നുണ്ട്. അപ്പം ഏതാണ്ട് നമ്മൾ ഭൂഖണ്ഡ കഴിഞ്ഞിട്ടുള്ള, അതായത് യൂറോപ്പ്, ഏഷ്യ, സെൻട്രൽ ഏഷ്യ, സൗത്ത് ഏഷ്യ, ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടാണ്. അവിടെയാണ് ചിലി, ഘാന, നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങൾ വരുന്നത്. ബ്രസീൽ അടക്കമുള്ള രാജ്യങ്ങൾ, സൗത്ത് അമേരിക്ക, ചിലിയുടെ ഈ നൈജീരിയ അടക്കമുള്ള രാജ്യങ്ങൾ വരുന്നത്, ബ്രസീൽ അടക്കമുള്ള രാജ്യങ്ങൾ വരുന്നത് ഈ ഒരു ഭൂഖണ്ഡത്തിന്റെ ഭാഗമായി, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു കൺട്രിയിലേക്കാണ് അവരെത്തുന്നത്. അപ്പൊ ഇവിടെ എത്തുമ്പോഴത്തേനും ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഈ ഇന്ത്യ ഇപ്പോൾ അമേരിക്കയുമായി വെച്ച വ്യാപാര കരാർ, അതിനകത്ത് എന്താണ് ഒളിച്ചു വെക്കാൻ ഒന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായി തന്നെ ഇന്ത്യ പറഞ്ഞതുമാണ്. കരാർ ഒപ്പുവെച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ നക്കലാണ് പുറത്തു വന്നിരിക്കുന്നത്. മാർച്ച് അവസാനം മാത്രമാണ് ഇതിന്റെ ഒരു 1ാം ഘട്ട കരാർ ഒപ്പുവെക്കുന്നത്. ഈ നക്കൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ് അതിന് പറയുന്നത്, അതിന്റെ ഒരു കറക്റ്റ് മലയാള വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. നക്കൽ എന്താണ്? കരട് അത് തന്നെ. ആ കരടാണ് വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ നടന്നു വന്നിരിക്കുകയാണ്. ആ ഡിസ്കഷൻ അതിനകത്ത് തന്നെ പല കാര്യങ്ങളും അമേരിക്ക മാറ്റുകയും പയർവർഗ്ഗങ്ങളില്ല, അങ്ങനെ ഓരോ ദിവസം അവർ മാറ്റിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വേണം കാണാൻ. ഇനി ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ ആ വാക്കുകൾ ശ്രദ്ധിച്ച് നമുക്ക് കേട്ടാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, ഞങ്ങളുടെ ഇപ്പോഴത്തെ ബഡ്ജറ്റ് കണ്ടോ, അങ്ങനെ ചോദിച്ച വാക്ക് തന്നെയാണ്. പുതിയ ആയുധ ബഡ്ജറ്റ് കണ്ടോ, 15% കൂട്ടിയിട്ടുണ്ട്. 2.something ലക്ഷം കോടി രൂപയാണ് അധികമായിട്ട്, അല്ലെ? അത്രയാണെന്നാണ് എന്റെ തോന്നല്. അങ്ങനെ കൂട്ടി 7.15 ലക്ഷം കോടിയാക്കി. 7.15 ലക്ഷം കോടിയാണ്. അതായത് പറഞ്ഞത് പഴയ സർക്കാരിന്റെ കാലത്തേക്കാൾ വലിയൊരു തുകയാണിത്. കാരണം ഇപ്പോഴും സൈന്യത്തിന് ലേറ്റെന്നുള്ള ഒരു പരിപാടിയില്ല. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ആയുധമാണെങ്കിലും വാഹനമാണെങ്കിലും അതിനൊരു ഓർഡർ കൊടുത്താൽ, ഇല്ലെങ്കിൽ അതിന്റെ ഒരു റിപ്പോർട്ട് കൊടുത്താൽ തന്നെ അതിനൊക്കെ ഒരു തീരുമാനമാകണമെങ്കിൽ വർഷങ്ങൾ എടുക്കും. ഇപ്പൊ അങ്ങനത്തെ പ്രശ്നമില്ല, കൊടുക്കുക, അപ്പൊ തന്നെ സംഭവം റെഡിയാക്കുകയാണ്. അതാണെന്നാണ് പറഞ്ഞത്. അവിടെ അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാൽ 3-4 ദിവസം നിൽക്കുന്ന ചെറിയ അടിയാണെങ്കിൽ ഇനി വരാൻ പോകുന്നത് ചെറിയ അടിയല്ലെന്നാണ് അദ്ദേഹം ഈ പ്രതിരോധ ബഡ്ജറ്റിന്റെ വലിപ്പം വെച്ച് പറഞ്ഞത്. അതായത് നിങ്ങൾ പ്രതിരോധ ബഡ്ജറ്റ് കണ്ടോ, 7.something ലക്ഷം കോടി രൂപയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അതായത് ആധുനികമായ കൂടുതൽ വലിയ ആയുധങ്ങൾ മേടിച്ചിട്ട് കനത്തിലായിരിക്കും ഇനി കൊടുക്കാൻ പോകുന്നത് എന്നൊരു അർത്ഥം കൂടി അതിനുണ്ട്. അതായത് ചോദിക്കുന്ന
ഏറ്റവും വലിയ പ്രതിരോധ ബഡ്ജറ്റാണ് പ്രതിരോധ ഡീലാണ് ഇന്ത്യ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ പ്രതിരോധ ഡീൽ എന്ന് പറയുന്നത് ഫ്രാൻസുമായിട്ട് 114 റഫേൽ ജെറ്റുകളാണ് വരാൻ പോകുന്നത്, 114 അപ്പം ഞാൻ വിചാരിക്കുന്നത് ബിജുചേട്ടാ, ഈ റഫേലിൽ ഇന്ത്യ ഇങ്ങനെ ഇങ്ങനെ ക്ലിങ് ചെയ്ത് പിടിച്ചിരിക്കുന്നതിൻ്റെ ഒരു ഇതെന്താണ്? ഈ റഫേൽ വിമാനത്തിന് ഇത്ര പ്രത്യേകത എന്താണ് എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിൽ പലപ്പോഴും ഉണ്ട്. കാരണം റഫേലിനെക്കാട്ടിലും നല്ല ജെറ്റുകൾ ലോകത്തുണ്ട്. ഈ റഫേൽ ഇന്ത്യ ഇങ്ങനെ റഫേൽ മതി എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി തുടങ്ങുന്ന കാലം തൊട്ടേ ഇങ്ങനെ റഫേൽ അള്ളിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തായിരിക്കും റഫേൽ പിടിക്കാനുള്ള കാരണം? എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ നമ്മുടെ ടെറൈനിൽ ഉപയോഗിക്കാൻ ഈസി ആയതുകൊണ്ടാണോ റഫേലിൽ ഇന്ത്യ പിടിച്ചിരിക്കുന്നത്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അത് ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു ലേഖനം വായിച്ചതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ആ ഹെഡിങ്. അതായത് അതിനകത്ത് പറയുന്ന ഒരു കാര്യം, F-35 Su-57 ഈ 2 വിമാനങ്ങൾ ഇന്ത്യ വാങ്ങാത്തതിന് കാരണമുണ്ട്. എന്തുകൊണ്ട് റഫേൽ എന്നുള്ളതായിരുന്നു ആ ഒരു ലേഖനത്തിന്റെ ഹെഡിങ് തന്നെ. അതിൽ വ്യക്തമായി തന്നെ പറയുന്ന ഒരു കാര്യം, റഫേല് പൂർണ്ണമായി ഇന്ത്യയിൽ തദ്ദേശീയമായി തന്നെ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. സോഴ്സ് കോഡ് ഉൾപ്പെടെ എല്ലാം ഇനി നമ്മൾ വാങ്ങുന്ന അടുത്ത ബാച്ച് മുതൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അത് ഫ്രാൻസും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഇന്ത്യ തന്നെയാണ് നിർമ്മിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. F-35 നമുക്ക് തരില്ലെന്ന് ആദ്യം ട്രംപ് പറഞ്ഞു, നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു. പിന്നീട് അതിനെക്കുറിച്ച് അനക്കമൊന്നുമില്ല. അതുകൊണ്ട് F-35 ഏതായാലും വാങ്ങില്ല. ഇനി Su-57 കാര്യത്തിൽ നമ്മുടെ ഇവിടെ നിർമ്മിക്കുമെന്ന് പറയുന്നതല്ല, അത് നിർമ്മിക്കുന്നതിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. അത് ഈ ഒരു വിമാനമല്ല, അത് മറ്റൊരു വിമാനമാണ്, സ്റ്റെൽത്ത് വിഭാഗത്തിൽ വരുന്ന മറ്റൊരു ഇനം വിമാനങ്ങളാണ്. അപ്പോൾ റഫേൽ എന്ന് പറഞ്ഞാൽ നമ്മളത് കൊണ്ടുവരിക മാത്രമല്ല, ഉപയോഗിച്ച് അതിന്റെ കാര്യക്ഷമത മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ അത് നമ്മുടെ ഇവിടെ തദ്ദേശീയമായി നിർമ്മിക്കുക. കാരണം Su-57 എന്ന് പറയുന്ന വിമാനം ഇതുവരെ നമുക്ക് എത്തിയിട്ടില്ല, നമ്മൾ അതിന് കരാറുകൾ ഒപ്പിട്ടിട്ടില്ല. ഇത് ഓൾറെഡി റൺ ചെയ്യുന്ന ഒരു കരാറാണ്. ഇത് ഇന്നലെ തുടങ്ങിയ കരാറല്ല റഫേലിന്റെ. വളരെ നേരത്തെ തന്നെ നമ്മൾ സൈൻ ചെയ്ത്, എനിക്ക് 2018 മറ്റോ ആണെന്ന് തോന്നുന്നു, രാഹുൽ ഗാന്ധി റഫേലിൽ അഴിമതി നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി ഓർമ്മയുണ്ടോ? അത് 2018 16 എങ്ങാണ്ടാണ്. അപ്പൊ അത്രയും നാളത്തെ പ്രോസസ്സിംഗ് ആണ് ഇതിന് നടന്നു വരുന്നത്. അനിൽ അംബാനിക്ക് കൊടുത്തു എന്ന് പറഞ്ഞായിരുന്നു രാഹുൽ ഗാന്ധി ബഹളം വെച്ചുകൊണ്ടിരുന്നത്. അതെ. എന്നിട്ട് അതിൻ്റെ അകത്ത് മറ്റൊരു വശം എന്താണെന്ന് വെച്ചാൽ, റഫേൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്നു. ഇതിന്റെ പാർട്സുകൾ നമ്മൾ ഇവിടുന്ന് മറ്റു രാജ്യങ്ങൾക്ക്, ഈ റഫേൽ വിറ്റിട്ടുള്ള മറ്റു രാജ്യങ്ങളുണ്ടല്ലോ, ഇതിന്റെ പാർട്സുകൾ നമ്മുടെ രാജ്യത്തു നിന്നാണ് അങ്ങോട്ടേക്ക് സപ്ലൈ ചെയ്യുന്നത്. അതിന്റെ ഒരു ഡീലും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് പൂർണ്ണമായി തദ്ദേശീയവൽക്കരിക്കുക. എനിക്ക് തോന്നുന്നത് വെച്ചോട്ടെ, ഇത് നമ്മൾ ഈ ആയുധങ്ങളുടെ കേസ് പറയുമ്പോൾ ഇപ്പോൾ പല ആൾക്കാരും ഇത് കളിയാക്കുന്നത് 7.15 ലക്ഷം കോടിയൊക്കെ വേറെ സിമ്പിൾ ആയിട്ടുള്ള തുകയാണ്. അമേരിക്കയുടെ പ്രതിരോധ ബഡ്ജറ്റ് മറ്റേ 35 ട്രില്യനാണ്, 300 ബില്യനാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ചൈനയുടെ നിങ്ങൾ നോക്കൂ, ചൈനയുടേത് 50 ലക്ഷം കോടിയാണ് പ്രതിരോധ ബഡ്ജറ്റ് എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നത് എന്താ അറിയോ, ഇന്ത്യ ഇപ്പോൾ അമേരിക്ക ഒരു 1000 കോടി രൂപയ്ക്ക് അയക്കുന്ന സാറ്റലൈറ്റ് ഇന്ത്യ അയക്കുന്നത് 5 കോടി രൂപയ്ക്കായിരിക്കും, മുകളിലോട്ട് പറന്നു പോകുന്ന സാറ്റലൈറ്റ്. ഇന്ത്യ നമ്മൾ സൗത്ത് പോളിൽ പോയി ലാൻഡ് ചെയ്തു. നമ്മൾ വളരെ ബുദ്ധിപരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ ആയുധങ്ങൾ മേടിച്ചു കൂട്ടുന്നതിലല്ല, ഇതിൻ്റെ ഉപയോഗിക്കുന്നതിലുള്ള സ്ട്രാറ്റജിയിലാണ് ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉദാഹരണം, ഓപ്പറേഷൻ സിന്ദൂറിൽ ലോകത്തിന് നമ്മൾ ഞെട്ടിച്ചല്ലോ. അത് പഠിക്കാൻ അമേരിക്കക്കാരൻ വരെ ഇവിടെ വന്നിരുന്നു. ആദ്യം ഒരു ഡമ്മി അയച്ചു, എന്നിട്ടാണ് നമ്മൾ തിരിച്ച് ഈ സാധനം അയക്കുന്നത്. ആ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നതിലാണ് ഇന്ത്യ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ CDS പറഞ്ഞ ഒരു വലിയ പ്രസ്താവനയുണ്ട്. അതും വലിയ പ്രസ്താവന തന്നെയാണ്, അത് ചർച്ചയാവുന്നില്ലെന്നേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞത് നമുക്കങ്ങനെ പെർമനന്റ് ആയിട്ടുള്ള സുഹൃത്തുക്കളില്ല എന്നാണ് പറയുന്നത്. പെർമനന്റ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ ചിലപ്പോൾ പെർമനന്റ് ആയിരിക്കും, ചിലപ്പോൾ ടെമ്പററി ആയിരിക്കും. ചിലപ്പോൾ ഇന്നത്തെ സുഹൃത്ത് നാളത്തെ ശത്രു ആയിരിക്കും, നാളത്തെ ശത്രു ഇന്നത്തെ സുഹൃത്തായിരിക്കും. അവരുടെ കയ്യിൽ നിന്ന് ആയുധം വാങ്ങിക്കാതിരിക്കും. അതൊക്കെ നമ്മുടെ കാര്യം. നമ്മുടെ രാജ്യത്ത് 140 കോടി ജനങ്ങളുടെ സുരക്ഷ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും ചർച്ചയാവുന്നില്ല എന്നുള്ളതാണ്. അല്ല, ഇത് 10-12 വർഷം മുമ്പ് ഞാനൊരു വാർത്ത നൽകിയിരുന്നു. ഞാനെന്നല്ല, എല്ലാ മാധ്യമങ്ങളും നൽകി. വളരെ വിഷമത്തോടുകൂടിയാണ് ആ വാർത്ത നമ്മൾ ചെയ്യുന്നത് തന്നെ, ടൈപ്പ് ചെയ്യുന്നത് തന്നെ. എന്ന് വെച്ചാല്, അന്ന് നമ്മുടെ ഈ സൈന്യത്തിന് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ നമ്മുടെ സൈനികർക്ക്, ഈ സിയാച്ചിൻ മേഖല അടക്കം ജമ്മു കാശ്മീരിൽ പ്രവർത്തിക്കുന്ന സൈനികർക്ക് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഇല്ല. ആ ജാക്കറ്റിന് വേണ്ടിയിട്ട് സൈന്യം ആവശ്യപ്പെട്ടിട്ടും അതിന് നടപടികളൊന്നും ഉണ്ടായില്ല. അതുകൂടാതെ കാലഹരണപ്പെട്ട വാഹനങ്ങളായിരുന്നു നമ്മുടെ സൈന്യത്തിന് ഉണ്ടായിരുന്നത്. ആ ഒരു നിലയിൽ നിന്നാണ് ഈ നിലയിലേക്ക് നമ്മുടെ രാജ്യത്തെ സൈനിക ബലവും സൈനിക കരുത്തും ഈ പ്രധാനമന്ത്രി ഈ 10-11 വർഷമേ ആയിട്ടുള്ളൂ നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയിട്ട് എത്തിച്ചെന്നുള്ളതാണ്. കാരണം ആ വാർത്ത ഞാൻ ചെയ്തിട്ടുള്ളതാ 10-12 വർഷം മുമ്പ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതിന് കൃത്യമായ എണ്ണം എത്രയാണെന്നും ഈ ജാക്കറ്റുകൾ വേണ്ടത്. അത് കൂടാതെ തന്നെ അതിനകത്ത് പറയുന്നത് നമുക്ക് വിഷമം തോന്നും. ഈ സൈനികരും മറ്റു മഞ്ഞുമലയുടെ ഒക്കെ അവിടെ പ്രവർത്തിക്കേണ്ടതുണ്ട്, ഈ ലഡാക്ക് മേഖലയിലായാലും
അപ്പൊ ഇവർക്ക് വേണ്ട ഈ ഡ്രസ്സിന് അന്നത്തെ സമയം എനിക്കൊന്ന് 12-13 വർഷം മുമ്പ് ഏതാണ്ട് 15,000 തൊട്ട് 25,000 രൂപ വരെയാണ് ഒരു സൈനികന്റെ ഡ്രസ്സിന് തന്നെ. ഇതിന് പ്രത്യേക ഗംബൂട്ടും പ്രത്യേക കോട്ടും പ്രത്യേക ജാക്കറ്റും ഒക്കെ ഇവർക്ക് വേണം. അത് നമ്മളെ ഇല്ല എന്നുള്ള ഒരു കാര്യം. അതിനുശേഷമാണ് നമ്മളത് ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് ഈ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ആദ്യം നടത്തിയ ഡീല് വാഹനം വാങ്ങുക എന്നുള്ളതായിരുന്നു. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് നമ്മൾ ഇസ്രായേലിന്റെ വാങ്ങുക എന്നുള്ളതായിരുന്നു നമ്മൾ ചെയ്തത്. ഇപ്പൊ നമ്മൾ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് നമ്മുടെ രാജ്യം കയറ്റി അയക്കുന്നുണ്ട്. 12 വർഷം മുമ്പ് ആ വാർത്ത ചെയ്തൊരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. ഒരു ഗതി ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ സൈനികര് ഈ കൊടും മഞ്ഞത്തൊക്കെ അവർക്ക് വേണ്ട വസ്ത്രങ്ങളില്ലാതെ, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ജാക്കറ്റൊക്കെ അവർക്ക് വേണ്ടതാണ്, അതില്ലാതെ മെച്ചപ്പെട്ട വാഹനമില്ലാതെ കിടന്നിരുന്നൊരു കാലത്ത് നിന്ന് ഇന്ന് മഹീന്ദ്രയുടെ ഏതോ ഒരു വാഹനം, ടാറ്റയുടെ വലിയ വാർത്തയായിരുന്നു, മഹീന്ദ്രയുടെ സ്കോർപിയോ അങ്ങനെ എന്തോ ഒരു വാഹനം ഇത്ര 1000 എണ്ണം ഒറ്റയടിക്ക് ഇറക്കി സൈന്യത്തിന് കൊടുക്കുന്നതൊക്കെ നമ്മളിന്ന് കണ്ടിരിക്കുന്നു. ഇന്നിപ്പോ ടാറ്റ അടക്കം മഹീന്ദ്ര അടക്കമുള്ള പല കമ്പനികളും ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടിയിട്ട് മികച്ച വാഹനങ്ങൾ ഇറക്കുകയാണ്. അതായത് അവരുടെ ഈ യുദ്ധാവശ്യത്തിന് പറ്റും ഉപയോഗിക്കുന്ന വെഹിക്കിൾസ് ഇറക്കുന്ന ഒരു കാലത്തേക്ക് എത്തി. അത് എത്ര സന്തോഷകരമായ വാർത്ത. അപ്പോൾ ആ വാർത്ത കേട്ടിട്ടുള്ള ഏതെങ്കിലും പ്രേക്ഷകരുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് 7.15 ദശലക്ഷം കോടി രൂപ ബഡ്ജറ്റ് നീക്കി വെച്ചെന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം 12 വർഷം മുമ്പ് വലിയ പരിതാപകരമായ അവസ്ഥയിൽ നിന്നാണ് നമ്മൾ വലിയൊരു എമൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മറക്കരുത്, മറവികൾ മനുഷ്യനുണ്ടാകാം, സ്വാഭാവികമാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം ഓർത്തു വെക്കണം. അവിടെയാണ് ഈ നരേന്ദ്രമോദി ഹീറോ ആകുന്നത്. അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ ഒരു പട്ടാളക്കാരനായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ ഒരേ റാങ്ക് ഒരേ പെൻഷൻ എത്ര നാളായി സമരം തുടങ്ങിയിട്ട്? ഈ സമരം തുടങ്ങിയിട്ട് എന്തെങ്കിലും നടപടി ഇതിനു മുമ്പുള്ള സർക്കാർ എടുത്തിരുന്നു? അണ്ണാ ഹസാരയുടെ സമരത്തിലും ആ ഒരു വലിയ മുദ്രാവാക്യം മുഴക്കിയിരുന്നു. അണ്ണാ ഹസാരയുടെ സമരം കഴിഞ്ഞ് എക്സൈസുകാർ സമരം നടത്തിയില്ലേ? അന്ന് ഈ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ഉള്ളവരായിരുന്നു നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ ഏറിയതിനു ശേഷം അവരുമായി ഡിസ്കഷൻ നടത്തി 1 റാങ്ക് 1 പെൻഷൻ. അത് പൂർണ്ണമായിട്ടുള്ള അതിന്റെ ഒരു സ്ട്രക്ചറിലേക്ക് എത്താൻ ടൈം എടുക്കും. പക്ഷെ എങ്കിൽ പോലും നടപ്പാക്കാൻ കഴിഞ്ഞു. അങ്ങനെ സൈനികർക്ക് വലിയ ബലം നൽകുകയും അവരോടൊപ്പം നിൽക്കുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ഉടനടി ചെയ്യുകയും ചെയ്യുന്ന ഒരു സർക്കാർ എൻ്റെ ഒരു 28ാമത്തെ വർഷം ഞാൻ ഈ പണി ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ അത് വളരെ ദുഃഖത്തോടെ ആ കാര്യം ഓർക്കാൻ കാരണം ഇത് എല്ലാവർക്കും കിട്ടുന്ന കാര്യം. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാർത്ത കാണാൻ പറ്റും. ഈ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഇല്ലാത്തതും വാഹനങ്ങളില്ലാത്തതും സിയാച്ചിന്റെ ലഡാക്കിന്റെ ഒക്കെ മഞ്ഞ് മൂടിയ മലനിരകളിൽ പ്രവർത്തിക്കാനുള്ള ആ വസ്ത്രങ്ങളുടെ അഭാവമൊക്കെ ഇപ്പൊ എന്താ ഇന്നിവിടെ ജാക്കറ്റ് കയറ്റി പഞ്ചാബിൽ നിന്നിട്ട് മറ്റാണ് ഈ പറയുന്ന ജാക്കറ്റ് ഇപ്പൊ നിർമ്മിച്ച് നമ്മൾ പല രാജ്യങ്ങൾക്കും വിതരണം ചെയ്യുന്നത്. ആ നിലയിലേക്ക് നമ്മുടെ രാജ്യം മാറിയില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എത്ര പേര് അത് വാർത്ത ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, നമ്മളൊരു പുതിയ റൺവേ ഉദ്ഘാടനം ചെയ്തു. ആസാമിലെ അല്ല ഞാൻ പറയുന്നത്, ഡ്രോണുകൾക്ക് വന്നിറങ്ങാനും ഡ്രോണുകൾ പ്രവർത്തിക്കുന്ന ഒരു വിമാനത്താവളം, വ്യോമത്താവളം. അത് ഒരുപാട് ചൈനയ്ക്കും പാകിസ്ഥാനും ചങ്കിടിപ്പ് നൽകുന്നതാണെന്ന് പറഞ്ഞിട്ടാണ്. കാരണം ഡ്രോണുകളും അങ്ങനെ ആളില്ലാ വിമാനങ്ങളും വരികയും പോവുകയും ലാൻഡ് ചെയ്യാനും അവിടെ നിന്ന് ആക്രമിക്കാനും പറ്റുന്ന തരത്തിൽ എയുടെ ഒരു സംവിധാനമാണത്. ആദ്യമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് അങ്ങനെ വരുന്നത് തന്നെ. ആ നിലയിലേക്ക് ഒരുപാട് മാറി. ഇന്നിപ്പോ ഇന്ത്യ ആയുധം നിർമ്മിക്കുന്നു എന്ന് മാത്രമല്ല, അത് മറ്റിടത്തേക്ക് വിൽക്കുന്ന ഒരു രാജ്യമായി മാറി. ഇതൊക്കെ ഒരുപക്ഷെ രാജീവ് ഗാന്ധിയുടെ സ്വപ്നമായിരിക്കാം, മഹാത്മാഗാന്ധിയുടെ സ്വപ്നമായിരിക്കാം, നെഹ്റു കണ്ട സ്വപ്നമായിരിക്കും. സ്വപ്നങ്ങൾ മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. ഈ പറയുന്നത് യാഥാർത്ഥ്യം ഇതല്ലായിരുന്നു. 12 വർഷം മുമ്പ് ഈ അവസ്ഥയിൽ കിടന്ന രാജ്യത്താണ് ഇത്രയും ലക്ഷം കോടി രൂപ ആയുധങ്ങൾക്ക് വേണ്ടി മാറ്റുന്നത്. 114 റഫേൽ ജെറ്റിന് ഓർഡർ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചൊരു വലിയ വാർത്ത. നാളിതുവരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയും വലിയ ഒറ്റയടിക്ക് ഇത്രയും വിമാനങ്ങൾ, ഇത് എത്ര നാളായിട്ട് ഇന്ത്യൻ വ്യോമസേനയും ഇന്ത്യൻ നാവികസേനയും ആവശ്യപ്പെടുന്ന കാര്യമാണ്. നമ്മുടെ വിമാനങ്ങളൊക്കെ പഴയതായി മാറ്റണം എന്നുള്ള കാര്യം. MiG-21 മാറ്റിയിട്ട് എത്ര നാളായി ധനുഷ്? 6-7 മാസം മുമ്പാണ് ആ സ്ക്വാഡ്രൺ പിൻവലിക്കുന്നത്. പതിറ്റാണ്ടുകളായി യൂസ് ചെയ്തുകൊണ്ടിരുന്ന വിമാനമായിരുന്നു. എന്തെങ്കിലും ഇവിടെ പുതുക്കി വാങ്ങിയിട്ടുണ്ടോ? ഇവിടെ എല്ലാവർക്കും വേണ്ടത് എന്ത് വാങ്ങിയാലും അതിനകത്ത് കമ്മീഷൻ അടിക്കുക എന്നുള്ളതായിരുന്നു. ആ കമ്മീഷൻ മാറ്റിയിട്ട് കച്ചവടം നിർത്തി. നരേന്ദ്രമോദി ചെയ്തത് കച്ചവടം നിർത്തുക ചെയ്തത്. നിർത്തിയിട്ട് പകരം എന്ത് പറ്റി? ധനുഷിൽ നിന്ന് സാധനം വാങ്ങാം. ആദ്യത്തെ ഒരു ഗഡു തന്നതിന് ശേഷം അടുത്ത ഗഡു എന്റെ രാജ്യത്ത് ഉണ്ടാക്കണം. കാരണം ഈ റഫേലിന്റെ ഈ യുദ്ധവിമാനം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തദ്ദേശീയമായി അതിനകത്ത് ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടിട്ട് ഫ്രാൻസ് പോലും ഞെട്ടിപ്പോയി. ഫ്രാൻസ് ചോദിച്ചത് ഇത്തരം ആയുധങ്ങൾ ഇതിൽ ഘടിപ്പിക്കാൻ കഴിയുമായിരുന്നോ, ഇത്തരം മിസൈലുകൾ ഇതിൽ ഘടിപ്പിക്കാൻ കഴിയുമായിരുന്നു. കാരണം ഈ യുദ്ധവിമാനം കൊടുക്കുമ്പോൾ അതിൽ ഘടിപ്പിക്കാൻ പറ്റുന്ന മിസൈലുകളുടെ ഒരു കാര്യവും മിസൈലുകളും മറ്റുമൊക്കെ ആ രാജ്യമാണല്ലോ നൽകുന്നത്. അത് പാടയെ മാറ്റിമറിച്ചുകൊണ്ട് ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള വിവിധ തരം മിസൈലുകൾ, അഗ്നി ഉൾപ്പെടെയുള്ള വിവിധ തരം മിസൈലുകൾ ഫിറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആക്രമണം നടത്തിയത്. അത് ഫ്രാൻസ് പഠിക്കാൻ വന്നു റഫേലിൽ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്തതെന്ന് അറിയാനായിട്ട്. ഉണ്ടാക്കിയത് അവന്മാരാണ്, അവരിവിടെ പഠിക്കാൻ വന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇപ്പൊ Su-57 എന്ന് പറഞ്ഞാൽ മറ്റൊരു
തലത്തിലുള്ള ഒരു വിമാനമാണ്. അതുമായിട്ട് നമ്മൾ കരാറൊന്നും ആയിട്ടില്ല. അത് അവര് തന്നെ അത് വലിയ വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിച്ചിട്ടുമില്ല. അതിന്റെ അകത്തൊരു വലിയ പ്രശ്നമുണ്ട്. SU-57 ചർച്ച വഴിമുട്ടി നിൽക്കുന്നതിന്റെ പ്രശ്നം, SU-57 നിർമ്മിക്കുന്നത് ചൈനയുടെ സെമി കണ്ടക്ടർ ചിപ്പുകളും മറ്റുമൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത് എന്നൊരു വലിയ വാർത്തയുണ്ട്. ഇപ്പോൾ അത് റഷ്യ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞിരിക്കുന്നു, ഇനി ഞങ്ങൾ അത്തരം സെമി കണ്ടക്ടർ ചിപ്പുകളൊന്നും ഉപയോഗിക്കുന്നില്ല, ഞങ്ങൾ സ്വദേശീയമായി വികസിപ്പിക്കുന്ന ചിപ്പുകളും മറ്റുമാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യ ഒന്ന് വലിഞ്ഞു നിൽക്കാനുള്ള കാരണം ഒരുപക്ഷെ അതായിട്ടാണ് പറയുന്നത്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വിമാനം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. എന്നിട്ട് അവർ പറയുന്നത് ഇന്ത്യക്ക് കൊടുക്കുന്ന വിമാനം ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും എന്നുള്ളതാണ്. കാരണം അവരുടെ തന്നെ ചിപ്പുകളോ കാര്യങ്ങളോ ഉപയോഗിച്ച് നിർമ്മിക്കും എന്നുള്ളതാണ്. അതിന്റെ ചർച്ചകൾ നടക്കുന്നേ ഉള്ളൂ. ദ്രുതഗതിയിൽ നമുക്ക് റഫേൽ സ്വന്തമാക്കേണ്ട അനിവാര്യമാണ്. കാരണം നമ്മൾ MiG-21 ഒരു സ്ക്വാഡ്രൺ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. അവിടെ എല്ലാം റീഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയ്ക്കും ഇന്ത്യൻ നാവികസേനയ്ക്കും ഒക്കെ ആ വിമാനങ്ങളുടെ വലിയ ഷോട്ടുണ്ട്. ആ ഷോട്ട് അവർ ഇന്നലെ പറയുന്നതല്ല, പതിറ്റാണ്ടുകളായിട്ട് അവർ പറയുന്നതാണ്. ആ വിടവ് നമുക്ക് നികത്തേണ്ടതായിട്ടുണ്ട്. ഈ നമ്മുടെ സൈന്യത്തിന്റെ കയ്യിലുള്ള കാര്യങ്ങൾ കുറയണ്ടേ? സിമ്പിൾ ആയിട്ട് ഞാൻ കാര്യം പറയാം. കഴിഞ്ഞ ദിവസം റഷ്യയുമായിട്ട് 10,000 കോടിയുടെ കരാർ വെച്ചത് എന്തിനായിരുന്നു? ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നമ്മൾ പൊട്ടിച്ചു കളഞ്ഞ മിസൈൽ വീണ്ടും റീഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ കരാറായിരുന്നത്. അപ്പൊ പെട്ടെന്ന് ഈ ആയുധങ്ങളെല്ലാം വാങ്ങി നിറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് അർത്ഥം എന്താണ്? ഉടൻ തന്നെ ഒരു വലിയ അടി വരും. ആ അടി വരുമ്പോഴത്തേനും വേണം ഈ വരാനിരിക്കുന്ന SU-57 കുറിച്ച് ചർച്ച ചെയ്യാൻ നമുക്ക് സമയമില്ല. ഇനി F-35 സോഴ്സ് കോഡിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ സമയമില്ല. ഇത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കരാർ നമ്മൾ ഉപയോഗിച്ച് നമുക്ക് ഗുണമേന്മ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വിമാനം, ആ വിമാനത്തെ തദ്ദേശീയമായി തന്നെ ഒരുപാട് അഡ്വാൻസ് ആയിട്ട് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നു, ഇനിയും കഴിയുമെന്നൊരു വിശ്വാസം. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ റഫേലിൽ പിടിമുറുക്കുന്നത്. ഇനി വരാനിരിക്കുന്ന SU-57 കുറിച്ച് ചിന്തിക്കാൻ സമയമുണ്ടോ? നാളെ പാകിസ്ഥാനോട്ട് അടി വരികയാണെന്നുണ്ടെങ്കിൽ ഇനി എപ്പോഴോ പിറക്കുന്ന കുഞ്ഞിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. F-35 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലയിടത്തും ഇപ്പൊ പരാജയമായി മാറിക്കൊണ്ടിരിക്കുന്നു. അത് അങ്ങനെയാണ് F-35 കുറിച്ച് നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഇപ്പൊ ഒന്നും കേൾക്കുന്നുമില്ല. അങ്ങനെയുള്ളത് കൊണ്ടാണ് ഇന്ത്യ കൂടുതലും ഈ ഒരു വിമാനത്തെ ഇത് വളരെ പെട്ടെന്ന് എത്തിക്കുകയാണ് പറഞ്ഞത്. ഇപ്പൊ ആയുധങ്ങൾ വളരെ പെട്ടെന്ന് ഇന്ത്യ എത്തിച്ചുകൊണ്ടിരിക്കുന്നതും എന്തിന്റെ സൂചനയാകാം? മുമ്പൊക്കെ ആയുധങ്ങൾ വളരെ പതുക്കെ എത്തിച്ചിരിക്കും. കഴിഞ്ഞ ദിവസം ധനുഷ് തന്നെയാണ് പറഞ്ഞത്, പുടിൻ പറഞ്ഞിരിക്കുന്നു S-400 ഉടനെ എത്തിക്കുകയാണ്, ബാക്കി ഈ വർഷം അവസാനം വരെ കാത്തിരിക്കുന്നില്ല. കാരണം എത്രയും പെട്ടെന്ന് ആയുധങ്ങൾ സജ്ജീകരിക്കണം. കാരണം ശത്രുവുമായിട്ട് ഏത് നിമിഷവും ഒരു അറ്റാക്ക് ഉണ്ടാകാം. കാരണം നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ അതിന് തയ്യാറെടുത്തിരിക്കണം. പ്രധാനമന്ത്രിയുടെ മറ്റൊരു വാക്കും അത് പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞെന്താണ്? ഏത് നിമിഷവും ഒരു ആക്രമണത്തിന് സജ്ജമാണ് സേന എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ നമുക്ക് ഈ വക കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.